റിപ്പബ്ലിക്കൻ കോൺഗ്രസ് അംഗമായ മാർജോറി ടെയ്ലർ ഗ്രീൻ H-1B വിസ പ്രോഗ്രാം അവസാനിപ്പിക്കാൻ ഒരു ബില്ല് അവതരിപ്പിച്ചത് ഏറെ ചർച്ചകൾക്ക് വഴിമാറിയിരുന്നു. എന്നാൽ ഇപ്പോൾ ജനുവരിയിൽ MP സ്ഥാനം രാജിവെക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് അവർ. മുൻപ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത പിന്തുണക്കാരിയായിരുന്ന ഗ്രീനിന്റെ ഈ പ്രഖ്യാപനം അമേരിക്കൻ കമ്പനികൾ വിദേശ പ്രതിഭകളെ നിയമിക്കാൻ ഉപയോഗിക്കുന്ന H-1B പ്രോഗ്രാമിനെ ചൊല്ലി പ്രസിഡന്റ് ട്രംപുമായി അവർ നടത്തിയ പരസ്യമായ തർക്കങ്ങൾക്ക് പിന്നാലെയാണ്. ഈ വിസ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ഇന്ത്യക്കാരാണ്. ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിൽ നിന്ന് താൻ രാജിവെക്കുകയാണെന്ന് മാർജോറി ടെയ്ലർ ഗ്രീൻ വെള്ളിയാഴ്ച അറിയിക്കുകയായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കഴിഞ്ഞയാഴ്ചയുണ്ടായ ഒരു വലിയ വഴക്കിന് തൊട്ടു പിന്നാലെയാണ് അവരുടെ ഈ തീരുമാനം. ഇത് അവരുടെ മൂന്നാമത്തെ ടേം പൂർത്തിയാക്കുന്നതിന് മുമ്പുള്ള രാജി പ്രഖ്യാപനമാണ്. ഗ്രീൻ വളരെ കാലമായി ട്രംപിന്റെ പിന്തുണക്കാരിയാണ്. മാഗ നേതാക്കളിൽ പ്രമുഖ ശബ്ദങ്ങളിലൊരാളായാണ് അവരെ കണക്കാക്കുന്നത്. ജനുവരി 6 കലാപം, ട്രംപിന്റെ 2024 പ്രചാരണം, അദ്ദേഹത്തിന്റെ കുടിയേറ്റ നയങ്ങൾ തുടങ്ങി പല വിഷയങ്ങളിലും ഗ്രീൻ ട്രംപിനെ പിന്തുണച്ചിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ആഴ്ച ട്രംപ് ഗ്രീനിനുള്ള തന്റെ പിന്തുണ പിൻവലിക്കുന്നതായി പ്രഖ്യാപിക്കുകയായിരുന്നു. ഗ്രീൻ H-1B പ്രോഗ്രാം അവസാനിപ്പിക്കാൻ ഒരു ബില്ല് അവതരിപ്പിക്കുമെന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപ് അവരെ ഭ്രാന്തൻ എന്ന് വിശേഷിപ്പിച്ചത്. ഇന്ത്യക്കാർക്ക് വലിയ പ്രയോജനം ലഭിക്കുന്ന H-1B വിസ പ്രോഗ്രാമിനെ ട്രംപ് ന്യായീകരിച്ചതിന് 2 ദിവസങ്ങൾക്ക് ശേഷമാണ് മാർജോറി ടെയ്ലർ ഗ്രീൻ ഈ ബിൽ അവതരിപ്പിച്ചത്. അമേരിക്കയിൽ ജോലികൾക്ക് ആവശ്യത്തിന് ആളില്ലാത്ത സാഹചര്യത്തിൽ വിദേശത്ത് നിന്ന് പ്രതിഭകളെ കൊണ്ടുവരണമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. പല രാഷ്ട്രീയ വിദഗ്ധരും പറയുന്നത് ഈ ബിൽ അവതരിപ്പിച്ചതിലൂടെ ഗ്രീൻ ട്രംപിന്റെ പിന്തുണയില്ലാതെ അമേരിക്ക ഫസ്റ്റ് എന്ന ആശയം സ്വന്തമായി സ്ഥാപിക്കാൻ ശ്രമിച്ചു എന്നാണ്. എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തുവിടണമെന്ന ഗ്രീനിന്റെ നിരന്തരമായ ആവശ്യങ്ങളിൽ ട്രംപിന് നേരത്തെ തന്നെ അതൃപ്തി ഉണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ H-1B വിസ പ്രോഗ്രാമിനെ ലക്ഷ്യമിട്ടുള്ള അവരുടെ ബില്ലാണ് ട്രംപിനെ പരസ്യമായി വിമർശിക്കാൻ പ്രേരിപ്പിച്ചത്. വിദേശ തൊഴിലാളികൾക്കുള്ള ഈ വിസ പ്രോഗ്രാം അവസാനിപ്പിക്കണമെന്ന് മാഗ വിഭാഗത്തിൽപ്പെട്ട പലരും ആവശ്യപ്പെടുന്നുണ്ട്. അമേരിക്കൻ തൊഴിലാളികളുടെ ചെലവിൽ കുറഞ്ഞ കൂലിക്ക് വിദേശ തൊഴിലാളികളെ കൊണ്ടുവരുന്നു എന്നാണ് അവരുടെ വാദം. കഴിഞ്ഞ ശനിയാഴ്ച ഗ്രീൻ ട്രംപിന്റെ വിദേശ നയങ്ങളെ അമേരിക്ക ഫസ്റ്റ് നയങ്ങളല്ല എന്ന് വിശേഷിപ്പിച്ചിരുന്നു. ട്രംപിന്റെ ഇപ്പോഴത്തെ ആക്രമണങ്ങൾ തന്റെ ജീവന് അപകടമുണ്ടാകുമെന്നും അവർ പറഞ്ഞതായി NPR റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2021 കോൺഗ്രസിലെത്തിയ ഗ്രീൻ അടുത്തിടെ വരെ ട്രംപിന്റെ കടുത്ത പിന്തുണക്കാരിയായിരുന്നു. CNN ഒരു അഭിമുഖത്തിനിടെ അവതാരകൻ ഗ്രീനിനോട് ചോദിച്ചു, മാഗ പ്രസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്നില്ല എന്ന് താങ്കൾ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അതിന് ഗ്രീൻ മറുപടി നൽകിയത്, അമേരിക്കൻ ജോലികൾക്ക് പകരം H-1B വിസകൾ പ്രോത്സാഹിപ്പിക്കുന്നത് അമേരിക്കൻ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും അമേരിക്കൻ വിദ്യാർത്ഥികളുടെ അവസരങ്ങൾക്ക് പകരം 6 ലക്ഷം ചൈനീസ് വിദ്യാർത്ഥികളെ കൊണ്ടുവരുന്നത് എന്നിവയൊന്നും അമേരിക്ക ഫസ്റ്റ് നയങ്ങളല്ലെന്ന് എനിക്ക് പറയാൻ കഴിയും. ലോകമെമ്പാടും യാത്ര ചെയ്യുന്നത് അമേരിക്കൻ ജനതയ്ക്ക് യാതൊരു പ്രയോജനം നൽകുന്നില്ല. ഞാനിത് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ഉറക്കെ പറയുന്നത് എയർഫോഴ്സ് 1 വിമാനം പാർക്ക് ചെയ്തത് വീട്ടിലിരുന്ന് വൈറ്റ് ഹൗസിൽ അമേരിക്കൻ ജനതയെ സഹായിക്കുന്നതിനുള്ള ഒരു ആഭ്യന്തര അജണ്ടയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ഗാസയിൽ വംശഹത്യ നടക്കുന്നുണ്ടെന്ന് ആദ്യം പറഞ്ഞ റിപ്പബ്ലിക്കൻ MPമാരിൽ ഒരാളായിരുന്നു ഗ്രീൻ. എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തുവിടണമെന്ന ആവശ്യങ്ങളിൽ ഏറ്റവും ശക്തമായി സംസാരിച്ചവരിൽ ഒരാളും അവർ തന്നെയായിരുന്നു. എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തുവിടാൻ ഗ്രീൻ സജീവമായി പ്രചാരണം നടത്തിയിരുന്നു. എപ്സ്റ്റീൻ അതിജീവിച്ചവരെയും അവർ ശക്തമായി പിന്തുണച്ചു. മാഗ പ്രസ്ഥാനം താങ്ങാനാവുന്ന വില, അമേരിക്ക ഫസ്റ്റ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ലെന്നും അവർ വിമർശിച്ചു. ഇപ്പോൾ കാര്യങ്ങൾ വഷളായി. ഗ്രീൻ ട്രംപിനെ പ്രകോപിപ്പിക്കുകയും അവർ തമ്മിൽ ഒരു വലിയ പോരാട്ടം നടക്കുകയും ചെയ്യുകയാണ്.